ആദാബ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ സർ സയ്യിദ് അഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മസ്മൂനായിട്ടുള്ള ഗുസ്രാ ഹുവ സമാന എന്നുള്ളതായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. അതിന്റെ ആദ്യ ഭാഗം നമ്മൾ ചർച്ച ചെയ്തു. അപ്പൊ ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നത് ഒരു വൃദ്ധനായ ഒരാള് അയാളുടെ അവസാന സമയമാണ്. അപ്പൊ അതിൽ അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് നല്ല കാലത്തൊന്നും ബച്പൻ മേ അവർ എന്താണ് ജവാനി മേ കുച്ച് കാം നഹി കിയേ തെ, കുച്ച് ബലായി നഹി കിയേ തെ, കുറച്ച് നല്ല കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ലായിരുന്നു കൂടുതൽ. അപ്പൊ അതിനെയൊക്കെ അദ്ദേഹം തന്റെ ഒരു തന്നെ അലക്ഷ്യമായി അദ്ദേഹം ചിലവഴിച്ചതിലുള്ള ആ ഒരു നൊമ്പരങ്ങളാണ് ഇപ്പോൾ ഓർത്തുകൊണ്ട് അദ്ദേഹം വിഷമിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. ഇനി ബാക്കി നോക്കാം. ഇപ്പൊ അദ്ദേഹം ആലോചിക്കുകയാണ്, ഇനി ഈ ഒരു സമയത്ത് ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്തു തന്നുള്ള ഉപകാരങ്ങളും മറ്റൊക്കെ തിരിച്ച് ഞാൻ എങ്ങനെ ഞാൻ അവരോടുള്ള കടമ ഞാൻ നിർവഹിക്കുമെന്നൊക്കെ ഇപ്പൊ ആലോചിക്കുകയാണ്. പക്ഷെ ഇപ്പൊ അദ്ദേഹം ആലോചിച്ചിട്ട് കാര്യമില്ല, അദ്ദേഹത്തിന് തിരിച്ചൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു അത്രയുള്ള ഒരു ആരോഗ്യമോ മറ്റോ ഒന്നും അദ്ദേഹത്തിനില്ല, ആയുസ്സുമില്ല. അപ്പൊ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഈ ഒരു ആലോചിച്ച് നിൽക്കുന്ന സമയം वो घबरा कर खिड़की की तरफ दौड़ा और टकरा था और लड़खड़ा था और खिड़की तक पहुंचा. അദ്ദേഹം അങ്ങനെ എന്താ വെച്ചാൽ പേടിച്ച് അങ്ങനെ കിടക്കിക്ക് തറഫ് ജനലിന്റെ അടുത്തേക്ക് അദ്ദേഹം പോകാൻ ശ്രമിക്കുകയാണ് ആ റൂമിൽ നിന്നുകൊണ്ട്. ദൗഡ ഓർ ടക്രാത്ത ഓർ ലഡ്ഖടാത്ത ഇങ്ങനെ വിറക്കുന്നുണ്ട്. और खिड़की तक पहुंचा എന്നുവെച്ചാൽ किसी न किसी तरह वो खिड़की तक पहुंच गया. അദ്ദേഹം അങ്ങനെ ജനലിന്റെ അടുത്തേക്ക് എത്താണ്. उसको खोला, അങ്ങനെ खिड़की को खोल दिया और देखा, പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നതാണ് ഹവ കുച്ച് ടഹരി ഹെ, കാറ്റൊക്കെ ഒന്ന് കുറച്ചൊന്ന് ശമിച്ചിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. ഓർ ബിജ്ലി കി കടക് മേ കുച്ച് കമി ആ ഗയി ഹെ, കുച്ച് ഥമി ഹെ, അവരെന്താണ് മിന്നലും കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. പർ രാത് വൈസി ഹി അന്ധേരി ഹെ, പക്ഷെ രാത്രി ഇപ്പോഴും അതുപോലെ തന്നെ ഇരുട്ടാണ്. ഓർ ഉസ്കി ഘബറാഹട്ട് കുച്ച് കം ഹോ ഗയി, അപ്പോൾ അദ്ദേഹത്തിന്റെ ഭയമൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞു, കാരണം വെച്ചാൽ അന്തരീക്ഷമൊക്കെ ഒന്നുകൂടി ശാന്തമായി വരുന്നുണ്ട് എന്നതുകൊണ്ട്. अपनी जगह आ बैठा, പിന്നെ അയാളുടെ സീറ്റിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. ഇതിനെ ഉസ്കോ അപ്പന അതേടപ്പൻ യാദ് ആയ, ഇപ്പൊ അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് തന്റെ ആ ഒരു എന്ന് വെച്ചാൽ അതേടപ്പൻ മധ്യവയസ്കതയാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്. എന്ന് വെച്ചാൽ 50 കഴിഞ്ഞിട്ടുള്ള പ്രായം, അതാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്. ജിസ്മേ വോ ബദി കെ ബജായെ നേക്കി കി തറഫ് ജ്യാദ മാൽ തെ. ബദി നേക്കി എന്നുള്ളതിന് നേരെ വിപരീതമാണത് ബദി എന്നുള്ളത്. എന്ന് വെച്ചാൽ ബദ്കാരി, തിന്മ, മോശം കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം നല്ല കാര്യത്തിലേക്ക് ഒന്നുകൂടി അദ്ദേഹം അടുത്തു വന്ന ഒരു സമയമാണത്. അപ്പൊ ആ ഒരു സമയം അതിനെ കുറിച്ചുള്ള അദ്ദേഹം ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു ആശ്വാസം വരികയാണ്. വോ അപ്പന റോസ രഖ്ന, ആ സമയമൊക്കെ ആയപ്പോഴേക്ക് അദ്ദേഹത്തിന് ഒന്നുകൂടി നോമ്പ് അനുഷ്ഠിക്കുവാനും നമാസെ പഠന നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കാനും ഹജ്ജ് കർന, ജക്കാത്ത് ദേന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഭൂഖോക്കോ ഖിലാന, എന്ന് വെച്ചാല് ഈ വിശക്കുന്ന ആളുകൾ ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളത്, മസ്ജിദ് ഓർ കുവേ ബനാന, അതുപോലെ തന്നെ മസ്ജിദുകൾ ഉണ്ടാക്കുക, കിണറുകൾ നിർമ്മിച്ചു നൽകുക, യാത്രക്ക് അപ്പനെ ദിൽ കോ തസല്ലി ദേത്തത, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു സമയത്ത് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, മനസ്സിലൊന്ന് ആശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫക്കീറോ ഓർ ദർവേഷോ, അതുപോലെ തന്നെ ഫക്കീർമാർക്ക്, ദർവേഷന്മാർക്ക്, സന്യാസിമാർക്ക് എന്ന് വെച്ചാൽ അതുപോലെയുള്ള ആളുകൾക്ക് അവരേക്ക് അവർക്കൊക്കെ വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ഖിദ്മത്ത് കർണ अपने पीरों को जिनसे ബയത്ത് की थी, അതുപോലെ തന്നെ തന്റെ പേരെന്ന് ഷെയ്ഖന്മാര് എന്ന് വെച്ചാല് അങ്ങനെ ഇതായിട്ടുള്ള വലിയൊരു മഹാന്മാരെ അവരോടൊക്കെ അവരെയൊക്കെ ബയത്ത് ചെയ്യുന്നത്. അതുപോലെ അപ്പനീ മദത് കോ പുകാർത്തത, അവരൊക്കെ ഇനി ഇങ്ങനെയുള്ള ഈ ആളുകളോടൊക്കെ അദ്ദേഹം ചെയ്യാണ് ഈ സമയത്ത് അദ്ദേഹം സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. മഗർ ദിൽ കി ബേഖറാരി നഹി ചാത്തി, പക്ഷെ ഇദ്ദേഹത്തിന് ഇപ്പോഴും എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ഇദ്ദേഹത്തിന് എന്താണ് അസ്വസ്ഥത വിട്ട് മാറുന്നില്ല. കാരണം അയാൾ ആലോചിക്കണത് വോ ദേഖ്താക്കെ എന്താണ് ഉസ്കെ സാത്തി അമാൽ കാ ഉസി തക് ഖാതിമ ഹൈ, ഞാൻ ഈ ചെയ്തു പോയിട്ടുള്ള ഇങ്ങനെയുള്ള ഈ നല്ല നല്ല കാര്യങ്ങള്, പക്ഷെ ഈ നല്ല കാര്യങ്ങളും ഒന്നും എന്തല്ല സസ്റ്റൈനബിൾ അല്ല, ഒക്കെ എന്താണ് താൽക്കാലികമാണ്. എന്താണ് ഉസ്കെ സാത്തി അമാൽ കാ ഉസി തക് ഖാതിമ ഹൈ, ഈ ചെയ്തുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അത് വളരെ ലിമിറ്റഡ് ആണ്, അതിന്റെ റേഞ്ച് ചെയ്യുന്നത്. അപ്പോ സാത്തി അമാൽ ഉസി തക് ഖാതിമ ഹൈ. ഏതുപോലെയാണ് ഭൂക്കോങ്കോ ഖിലാന, അദ്ദേഹം ഭക്ഷണം വിശക്കുന്ന ആളുകൾ ഭക്ഷണം കൊടുത്തിരുന്നു, പക്ഷെ അവരിപ്പോ എങ്ങനെയുള്ളത് ഭൂക്കെ പിർ വൈസെ ഹി ഭൂക്കെ ഹെ, അവരൊക്കെ ഇപ്പോഴും എന്താണ് അവരുടെ വിശപ്പ് അവരിപ്പോഴും വിശന്നുകൊണ്ട് തന്നെയാണ്.
മസ്ജിദെ യാ തോ ടൂട്ട്കർ ഖണ്ഡർ ഹൈ യാ ഫിർ വൈസെ ഹി ജംഗൽ ഹൈ. നിർമ്മിച്ച മസ്ജിദുകൾ എങ്ങനെയാണ്? ഒന്നുകിൽ അങ്ങനെ പൊട്ടി പൊടിഞ്ഞു പോയിട്ടുണ്ട്, അല്ലെങ്കിലോ അത് വൈസെ ഹി ജംഗൽ ഹൈ, അല്ലെങ്കിൽ കാട് പിടിച്ച് കിടക്കുകയാണ് എന്നർത്ഥം. എന്നുവെച്ചാൽ ആളുകൾ എന്താണ് പ്രോപ്പർ ആയിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നർത്ഥം. കുവെ ഒന്നേ പടയറിയേ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിച്ച് വെച്ചാല് കിണറുകളൊക്കെ എന്താണ് ഇപ്പൊ ആകെ വെള്ളമൊക്കെ വറ്റിയിട്ട് അങ്ങനെ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. പിന്നെ പീറിന്റെ ഫഖീർ, അദ്ദേഹം സേവനം ചെയ്തു കൊടുത്തിരുന്ന ആളുകളൊന്നും ഇല്ല, അദ്ദേഹത്തിന് മുമ്പിൽ ഇദ്ദേഹത്തിന് സഹായിക്കാനായിട്ടോ മറ്റോ ഒന്നും തന്നെ ഒരു നിരക്കും ഇല്ല എന്നർത്ഥം. കോയി ഉസ്കി ആവാസ് നഹി സുൻത, ആരും ഇദ്ദേഹത്തിന്റെ ഈ ഒരു നിലവിളി കേൾക്കുന്നില്ല, അദ്ദേഹത്തിന്റെ സ്വരം കേൾക്കുന്നില്ല. ഓറിനെ മദത് കർത്ത, ആരും ഇന്ന് ഇദ്ദേഹം എന്താണ് തീർത്തും നിസ്സഹായനായി മാറിയിരിക്കുകയാണ്. ഇയാൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാണ്. ഓർ ഉസ്ക ദിൽ ഫിർ ഗബ്രാത്ത ഹൈ, പിന്നെ അദ്ദേഹത്തിന് എന്താണ് മനസ്സാകെ പെടയാണ്. എന്താണ് ആലോചിക്കുകയാണ് എന്തൊക്കെ, മേനെ ക്യാ കിയ ജോ തമാം ഫാനി ചീസോ സെ ദിൽ ലഗായ, ഞാനെന്ത് ചുരുക്കത്തിൽ ഞാനിങ്ങനെയുള്ള ഈ ഒരു ഫാനി ചീസോ സെ ഫനാ ഹോനെ വാലി, ഈ നശ്വരമായ ലോകത്തെയാണല്ലോ ഞാനിങ്ങനെ അതാണല്ലോ ഞാൻ നെഞ്ചിലേറ്റിയത് എന്ന് വെച്ചാൽ നല്ല കാര്യങ്ങളൊന്നും സസ്റ്റൈനബിൾ ആയി നിലനിൽക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്തില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാളിപ്പോ. ഈ പിछली समझ पहले ही क्यों न सूझी, ഞാനിപ്പോ ഈ ആലോചിക്കുന്ന കാര്യങ്ങൾ എനിക്ക് എന്തുകൊണ്ട് നേരത്തെ എനിക്ക് പ്രാപ്തിയും കഴിവുള്ള സമയത്ത് തോന്നിയില്ല എന്ന് തോന്നറിയാക്ക്. അപ്പൊ കുച്ച് ബസ് നെഹി ചൽത്താ, ഞാൻ ആലോചിച്ചൊരു കാര്യമൊന്നുമില്ല, ഇപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സമയം ആ രൂപത്തിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞു. പറഞ്ഞിട്ട് പിന്നെ നിലവിളിക്കണം, ഹായ് വക്ത് ഹായ് വക്ത് മേ തുജ്കോ ക്യോ ഖോ ദിയ, ഞാൻ എന്തിനാണ് നിന്നെ ഈ ഒരു നല്ല സമയം ഞാൻ ചിലവഴിച്ചത്, നഷ്ടപ്പെടുത്തിയത് എന്ന്. അങ്ങനെ വോ ഗബ്രാക്കർ ഫിർ ഖിഡ്കി തറഫ് ദൗഡ, ഇയാൾ പേടിച്ചിരുന്ന പിന്നെയും ജനലിന്റെ അടുത്തേക്ക് ഓടിപ്പോയി നോക്കാണ്. ഓർ ഉസ്കെ പട് ഖോര, അതിന്റെ ഒരു പൊളി, അതിന്റെ എന്താണ് ജനൽ ഒരു തുറന്നിട്ട് നോക്കാണ്. ദേഖാത്തു ആസ്മൻ സാഫ്, എപ്പോഴേക്കും മേഘങ്ങളൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. സാഫ് ഹോ ഗയാ ഹൈ. ആന്തി ഥം ഗയി ഹെ, കൊടുങ്കാറ്റൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഘട ഖുൽ ഗയി ഹെ, മേഘങ്ങളൊക്കെ ഒന്ന് തുറന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഒന്ന് ശാന്തമായി നീങ്ങിയിട്ടുണ്ടാക്കും. താരെ നിക്കലായി ഹെ, നക്ഷത്രങ്ങളൊക്കെ മിന്നാൻ തുടങ്ങിയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഉസ്കി ചമക് സെ അന്ധേര കുച്ച് കം ഹോ ഗയാ ഹെ, ഇരുട്ടൊക്കെ ഒന്ന് കുറഞ്ഞു പോയിട്ടുണ്ട്. വോ ദിൽ ബഹലാനെ കെ ലിയെ താരോം ഭരി രാത് കോ ദേഖ് രഹാ താ, അപ്പൊ അങ്ങനെ ഇയാൾ എന്ത് ചെയ്യാണ്, തന്നെ മനസ്സൊന്ന് ആശ്വസിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ഈ നക്ഷത്രങ്ങളിലേക്ക് ഒന്ന് നോക്കി നിൽക്കുകയാണ്. यह कहा है उसको आसमान के बीच में एक रोशनी दिखाई दी. उस वक्त उनको एक आसमान पर एक रोशनी, ഒരു പ്രകാശം ദൃശ്യമായി, കാണാനിടയായി. उसमें एक खूबसूरत दुल्हन नजर आई. അപ്പൊ ഈ ഒരു പ്രകാശത്തിൽ എന്തുണ്ട്, ഏക ഖൂബ്സൂറത്ത് ദുൽഹൻ, ഒരു ദുൽഹൻ എന്ന് പറഞ്ഞാൽ വധു എന്നറിയാം. അപ്പൊ ഒരു വധു എന്ത് ചെയ്ത് അവിടെ കാണാൻ ഇടയായി എന്നർത്ഥം. നോക്കാം. उसने टिकटिकी बांध कर उसे देखना शुरू किया. ഇയാൾ എന്ത് ചെയ്യാൻ കണ്ണെ നോട്ടാതെ അങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്, നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ജൂൻ ജൂൻ വോ ഉസേ ദേഖ്താ താ ഖരീബ് ആതി ജാതി തി, ഇയാൾ അതിനെ നോക്കും തോറും എന്താണ് അതിങ്ങനെ അടുത്തേക്ക് വരുന്നതായിട്ട് ഇയാൾക്ക് തോന്നി. യഹാൻ തക്ക് വോ ഉസ്കെ ബഹുത് പാസ് ആ ഗയി, ഇദ്ദേഹത്തിന്റെ വളരെ അടുത്തെത്തി പോലെ തോന്നിയത്. वो उसके हुस्न व जमाल को देखकर हैरान रह गया. इयाल എന്ത് ചെയ്യണം, उसके हुस्न व जमाल, उसकी खूबसूरती को, उसकी ब्यूटी को देखकर उनको हैरान हो गया, आश्चर्य തോന്നി. और निहायत पाक दिल और मोहब्बत के लहजे से उससे पूछा, तुम कौन हो. അങ്ങനെ നിഹായത്ത് मोहब्बत के साथ, साफ दिल के साथ, നല്ല മനസ്സോട് കൂടി ചോദിക്കണത്, തും കോൻ ഹോ, ആരാണ് നീ എന്ന്. അവള് പറയാണെന്ത്, वो बोली, അവള് പറയണത്, मैं हमेशा जिंदा रहने वाली नेकी, मैं हमेशा जिंदा रहने वाली, ഞാൻ എന്നും നിലനിൽക്കുന്ന സത്യമാണ് എന്താണ്, അല്ലെങ്കിൽ നന്മയാണ് എന്ന് പറയാണ്. ഉസ്നെ പൂച്ച, ഇയാൾ ചോദിക്കണം, പിന്നെ തുമാരി തസ്ബീർ കാ ഭി കോയി അമൽ ഹെ, അല്ല നിന്നെ കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, നിന്നെ പ്രാപ്യമാക്കാൻ ഞാൻ എന്താണ് പ്രാപിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. ഓ പോലെ അവള് പറയണത്, ഹാ നിഹായത് ആസാൻ ഓർ ബഹുത് മുഷ്കിൽ, പക്ഷെ വളരെ എളുപ്പമാണ് എന്നാലും വളരെ പ്രയാസമാണ്. എന്നർത്ഥം വെച്ചാൽ അത്ര വളരെ എളുപ്പം എന്നെ കരസ്ഥമാക്കാൻ പറ്റും, എന്നാൽ വളരെ പ്രയാസവുമാണ് എന്ന് നോക്കാം. എന്നിട്ട് പറയണത്, ജോ കൊയ് ഖുദാക്കെ ഫറസ് അദാ കരേ, ആരാണോ ദൈവത്തോടുള്ള കടമകളൊക്കെ നിർവഹിക്കുന്നത്, ഇൻസാൻ കി ഫലായി, അവരെന്താണ് മനുഷ്യന് വേണ്ടി നന്മ ചെയ്യുന്നത്,
ഉസ്കി ബഹ്തരി മേ സായി കരെ, അവരുടെ നന്മക്ക് വേണ്ടി പരിശ്രമിക്കുന്നത്, ഉസ്കി മേ മുസ്ഖർ ഹോത്തി, അവർക്ക് എന്നെ പ്രാപിക്കാൻ കഴിയും. എന്ന് വെച്ചാൽ ദൈവത്തെ എന്താണ്, ദൈവം കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളും അതുപോലെ എന്ത് ചെയ്യാണ്, ജനങ്ങൾക്ക് നന്മകൾ ആരാണോ ചെയ്യുന്നത് അവർക്ക് എന്നെ പ്രാപിക്കാൻ കഴിയും എന്ന് പറയാണ്. ദുനിയാ മേ കോയി ചീസ് ഹമേഷ രഹ്നെ വാലി നഹി ഹെ, എന്താ പറയണത്, ഈ ലോകത്ത് ഒരു വസ്തുവും എന്തല്ല, ഹമേഷ രഹ്നെ വാലി ചീസ് നഹി ഹെ, കോയി ബി ഹമേഷ യഹാ പർ നഹി രഹേഗി, ഒരു വസ്തു എന്തല്ല, എല്ലാം ഫാനി ഹെ, എല്ലാം നശിക്കുന്നതാണ് ഈ ലോകത്തുള്ളത് എന്ന്. ഇൻസാൻ ഹി ഏക് ഐസി ചീസ് ഹെ, പക്ഷെ മനുഷ്യൻ മാത്രമാണെന്ന്, ജോ അഖീർ തക് രഹേഗ, അവസാനം വരെ ഇവിടെ നിലനിൽക്കുന്നുള്ളത്. എങ്ങനെ, ജോ ഭലായി ഇൻസാൻ കി ബെഹ്തരി കെ ലിയെ കി ജാതി ഹെ വഹി നസ്ൽ ദർ നസ്ൽ അഖീർ തക് ചലി ആതി ഹെ, അഥവാ ജോ ഭലായി, ഏതൊരു നന്മയാണോ ഇൻസാൻ കി ബെഹ്തരി കെ ലിയെ, മനുഷ്യന്റെ നന്മക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്, വഹി, ആ നന്മകളാണ് എന്ത് ചെയ്യുന്നത്, നസൽ ദർ നസൽ, കാലങ്ങളോളം തലമുറകളായിട്ട്, നസൽ തലമുറ, നസൽ ദർ നസൽ എന്ന് പറഞ്ഞാൽ തലമുറകളായിട്ട്, അഖീർ തക് ചലി ആതി ഹെ, അത് മാത്രമായിരിക്കും ദൈവം തുടർന്ന് പോരുന്നത്. അഥവാ നമാസ്, റോസ, ഹജ്ജ്, സകാത്ത് ഉസി തക് ഖത്മ ഹോ ജാത്തെ ഹെ, അഥവാ നിസ്കാരങ്ങള്, നോമ്പുകള്, ഹജ്ജ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, ആ വ്യക്തിയോളം മാത്രമേ ഉള്ളൂ. അതിനുശേഷം എന്തില്ല, ആ വ്യക്തിക്ക് ശേഷം പിന്നീട് അദ്ദേഹത്തിന് എന്തില്ല, അതിന്റെ പ്രയോജനങ്ങളോ ഫലങ്ങളോ ഒന്നും കിട്ടുന്നില്ല. ഓർ ഉസ്കി മൗത്ത് ഇൻ സബ് ചീസോ കോ ഖത്മ കർ ദേതി ഹെ, അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ എന്താണ് ബെനിഫിറ്റ്സും എന്ന് വെച്ചാല് അതിന്റെ എല്ലാ ഫലങ്ങളും എന്ത് ചെയ്യാണ്, ഫലങ്ങൾ എന്ത് ചെയ്യാണ്, നഷ്ടപ്പെട്ടു പോവുകയാണ്. മാദി ചീസേം ബി ചന്ദ് റോസ് മേ ഫനാ ഹോ ജാതി ഹെ, അതുപോലെ നമ്മുടെ ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വസ്തുക്കളൊക്കെ ചന്ദ് ഹി റോസ് മേ കുച്ച് ഹി ദിനോ മേ വോ ഖത്മ ഹോ ജാതി ഹെ, പക്ഷേ മഗർ ഇൻസാൻ കി ഭലായി അഖീർ തക് ജാരി രഹതി, പക്ഷെ മനുഷ്യന് വേണ്ടി ചെയ്തിട്ടുള്ള നന്മകൾ അതെന്ത് ചെയ്യുന്നു, വോ അഖീർ തക് വോ ഹമേഷ രഹ ജാതി ഹെ, ഹമേഷ ജാരി രഹതി ഹെ, അതെന്നും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. മേ തമാം ഇൻസാനൊക്കെ റൂഹ്, എന്നിട്ട് പറയണത് മേ തമാം ഇൻസാനൊക്കെ റൂഹും, ഞാൻ ഈ എല്ലാ മനുഷ്യരുടെയും ആത്മാവാണ്. എന്നിട്ടോ ജോ മുസ്കോ തസ്ഖീർ കർണ ചാഹേ, ആരാണോ എന്നെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇൻസാൻ കി ഭലായി മേ കോശിഷ് കരെ, മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം, കോശിഷ് കർത്തേ രഹ്ന ചാഹിയെ, പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. കം സെ കം അപ്നി ഭലായി മേ തോ ദിലോ ജാൻ ഓർ മാൽ സെ സായി ഹോ, ഏറ്റവും ചുരുങ്ങിയത് എന്ത്, അപ്നി ഭലായി മേ, ഇങ്ങനെയുള്ള തന്റെ നന്മക്ക് വേണ്ടി അവരെന്ത് ചെയ്യണം, തോ ദിലോ ജാൻ ഓർ മാൽ സെ സായി ഹോ, അവരെന്ത് ചെയ്യണം, തന്റെ ധനം കൊണ്ടും സമ്പത്ത് കൊണ്ടും എല്ലാം കൊണ്ടും എന്ത് ചെയ്യണം, പരിശ്രമിക്കുക തന്നെയെങ്കിലും വേണം. ഈ കഹ്കർ വോ ദുൽഹൻ ഗായബ് ഹോ ഗയി, ഇതും പറഞ്ഞുകൊണ്ട് ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു ഖൂബ്സൂറത്ത് ഔരത്ത് വഹാ സെ നിക്കൽ ജാതി ഹെ ഓർ ബുഡ്ഢ ഫിർ അപ്നി ജഗ ആ ബൈഠ, ഈ വൃദ്ധൻ പിന്നീട് തന്റെ സീറ്റിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. എന്നിട്ട് ഇയാൾ ആലോചിക്കേണ്ടത്, ഞാൻ എന്ത് ചെയ്യണം, എന്നിട്ട് ഇയാൾ ആലോചിക്കണം പല കാര്യങ്ങളും. അബ് ഫിർ ഉസ്നെ അപ്നെ അപ്നാ പിച്ഛല സമാന യാദ് കിയ, ഇയാൾ വന്നിട്ട് ഇരുന്നിട്ട് ആലോചിക്കുകയാണെന്ത്, പിച്ഛല സമാന ഗുസ്ര ഹുവ സമാന വോ യാദ് കർനെ ലഗാ, പഴയ കാലത്തേക്ക് ഓർക്കാൻ തുടങ്ങി. ഓർ ദേഖാ കി ഉസ്നെ അപ്നെ ബച്പൻ, അവന് 55 വർഷ की उम्र में, അദ്ദേഹത്തിന്റെ ഈ 55 വയസ്സ് കാലത്തിനിടയിൽ അദ്ദേഹം കോയി കാം ഭി ഇൻസാൻ കി ഭലായി കാ നഹി കിയാ താ, അദ്ദേഹം ചെയ്തിട്ടില്ല ഒരു കാര്യവും ജനങ്ങളുടെ ഇങ്ങനെ എന്നും സ്ഥായിയായി നിലനിൽക്കുന്ന നന്മക്ക് വേണ്ടി ഒന്നും ഉപകരിക്കുന്ന ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ ഒരു അനാലിസിസ് ആണ്, ഒരു വിലയിരുത്തലാണ്. ഉസ്കെ തമാം കാം സാത്തി ഗർസ് പർ മബ്നി, ഇദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്വന്തം നന്മക്ക് വേണ്ടിയിട്ടായിരുന്നു. ഏതുപോലെ നേക്ക് കാം ജോ കിയെ സവാബ് കെ ലാലച്ച് മേ, എന്താണ് അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ എന്തിനു വേണ്ടി അദ്ദേഹം ചെയ്തത്, അപ്പിനെ സവാബ് കെ ലിയെ, തനിക്ക് എന്തെങ്കിലും ലാഭം കിട്ടാൻ വേണ്ടിയിട്ട്, തനിക്ക് എന്താണ് കൂലി കിട്ടാൻ വേണ്ടിയിട്ട്, പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഒന്നുകിൽ എന്ത് ചെയ്യാം, പഠിച്ചവരുടെ അടുത്ത് നിന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തികളുടെ അടുത്ത് നിന്ന്. ജിനേക്ക് ജോ കാം കിയെ थे, जो अच्छाई किए थे वो सवाब के लालच में, ഇങ്ങനെ കൂലി പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. ഗോയ ഖുദാക്കോ റിഷ്വത് ദേനെ കി അറസ് സെ കിയാ താ, അഥവാ ദൈവത്തിന് എന്താണ് കൈക്കൂലി കൊടുക്കാൻ വേണ്ടിയിട്ട്, ദൈവത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ട്, കൂലി നേടാൻ വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. എന്നല്ല പൊതുനന്മ ലാക്കാക്കിക്കൊണ്ട്, പൊതുനന്മ ലക്ഷ്യമാക്കിക്കൊണ്ട്, അഥവാ ഖാസ് ഖൗമി ഭലായി കെ ലിയെ, പൊതുജനങ്ങളുടെ നന്മക്ക് വേണ്ടിയിട്ട്, ഖാലിസ് നിയ്യത്ത് സെ കുച്ച് ഭി നഹി കിയാ താ, എന്ന് വെച്ചാൽ ജനങ്ങൾക്കൊരു ഉപകാരം കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തതല്ല,
പകരം എനിക്ക് കൂലി കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്താണ്, ഒരു സ്വാർത്ഥ മനോഗതിയോട് കൂടി ചെയ്തതാണ് എന്നർത്ഥം. अपना हाल सोच कर वो उस दिल फरेब दुल्हन को के मिलने से मायूस हुआ. അപ്പൊ ഇയാൾ എന്ത് ചെയ്യാണ്, ഇയാളുടെ അവസ്ഥയെ ആലോചിക്കുകയാണ്. അവർ എന്ത് ചെയ്യാണ്, എന്താണ് ഉസ് ദിൽ ഫരേബ് ദുൽഹൻ കോ ബി യാദ് കർനെ ലഗ. എന്നിട്ട് എന്താണ്, ഇയാൾ എന്താണ് മായൂസ് ഹുയ, ആകെ നിരാശനായി നിൽക്കുകയാണ് ഇപ്പോ. കാരണം നന്മ ചെയ്തവർക്ക് ഇങ്ങനെയുള്ള എന്തും നന്മ പ്രാപിക്കാൻ കഴിയുള്ളൂ എന്ന് ആലോചിക്കുകയാണ്. എനിക്ക് ഞാനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വിഷണ്ണനായിരിക്കുന്ന സമയം. अपना आखिर जमाना देख कर आइंदा करने की कुछ उम्मीद न पाती. എന്താണ്, ഇങ്ങനെ തന്റെ ഒരു അവസാന സമയമാണല്ലോ, ഇനി എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ, ഇനി എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല എന്നുള്ളതിൽ നിൽക്കുകയാണ്. തബ് തോ നിഹായത് മായൂസിക്ക് ആലമേ ഓ ചില്ല ഉഠ. അപ്പൊ അയാൾ എന്ത് ചെയ്യാണ്, ആ ഒരു സമയത്ത് ഇങ്ങനെ നിരാശനായി നിൽക്കുന്ന സമയത്ത് അവൻ എന്താണ്, ആകെ നിലവിളിക്കുകയാണ്. മായൂസിക്ക് ആലമേ ഓ ചില്ല ഉഠ എന്നാണ് അരിഫ് വിട്ടുപോയത്. ഹായ് വക്ത് ക്യാ ഫിർ തുജേ മേ ബുലാ സക്താ ഹൂം. അല്ല, എന്റെ കഴിഞ്ഞു പോയ കാലം എനിക്ക് തിരിച്ചു കിട്ടുമോ? ഹായ് മേ 10,000 ദിനാർ ദേത്താ. ഞാൻ 10,000 ദിനാറുകൾ നിങ്ങൾക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യാൻ തരാം. അഗർ വക്ത് ഫിർ ആതാ, ഈ സമയം എനിക്ക് തിരിച്ചു കിട്ടുകയാണെന്നെങ്കിൽ മേ ജവാൻ ഹോ സക്താ, എനിക്ക് എന്താണ് യുവാവായി മാറാൻ കഴിയുമെങ്കിൽ. യേ കഹ്കർ ഉസ്നെ ഏക് സർദ് ആഹ് ഭരി ഓർ ബേഹോഷ് ഹോ ഗയ. അങ്ങനെ ഇയാൾ എന്ത് ചെയ്യണം, ഒരു ദീർഘശ്വാസം വലിക്കുകയാണ്. അങ്ങനെ ഇയാൾ എന്ത് ചെയ്യാണ്, അബോധനായി കിടക്കുകയാണ്, ബോധം കെട്ട് കിടക്കുകയാണ്. തോടി ദേർന്ന ഗുസരിത്തി, കുറച്ച് കൂടുതൽ സമയമൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്ക് ഉസ്കെ കാനോം മേ മീട്ടി ബാത്തോം കി ആവാസേ ആനെ ലഗി. അപ്പോഴേക്ക് ഇയാളുടെ ചെവിയിൽ എന്താണ്, നല്ല മധുര സ്വരങ്ങൾ, നല്ല ഇമ്പമാർന്ന വാക്കുകള്, സംസാരങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഉസ്കി പ്യാരി മാ, ആരുടേതാണ്, അത് അയാളുടെ സ്വന്തം പ്രിയ ഉമ്മ. ആരെന്ത് ചെയ്യുന്നുണ്ട്, ഉസ്കെ പാസ് ആക്ക ഖിടി ഹോ ഗയി, ഉമ്മ അവരുടെ അടുത്ത് വന്നിട്ട് നിൽക്കുകയാണ്. और उसको गले लगाकर उसको उसकी बुलाए ली. ഉമ്മ അവനെ വിളിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഗലെ ലഗാക്കർ എന്ന് പറഞ്ഞാൽ മാറണച്ച് പിടിച്ചിട്ട് വിളിക്കുന്നു, പറയുന്നത്. ഉസ്ക ബാബ് ഉസ്കോ ദിഖായി ദിയ, അവന്റെ ഉപ്പയെ കാണാൻ പറ്റിയാണ്, അയാളുടെ ഉപ്പയെ കാണാൻ പറ്റിയാണ്. ചോട്ടെ ഭായി ബഹൻ ഉസ്കെ ഗിർദ് ആക്കർ ഖേഡേ ഹുയി, അവന്റെ ചോട്ടെ ഭായി ബഹൻ, അവന്റെ ചെറിയ സഹോദരിമാര് ഇവരൊക്കെ ഇങ്ങനെ ചുറ്റുഭാഗത്തും വന്ന് നിൽക്കുകയാണ്. അമ്മാനെ കഹ, ഉമ്മ പറയണത്, ബേട്ടാ ക്യൂ ബറസ് ദിൻ രോ രഹാ ഹെ, നീ എന്താണ് ഈ ഒരു സമയത്ത് നീ എന്താണ് ഇങ്ങനെ ഈ ഒരു കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ക്യൂ തൂ ബേഖറാർ ഹെ, അല്ല നീ എന്താ മോനെ ഇങ്ങനെ ഈ അസ്വസ്ഥനായി നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ക്യൂ തെരി ഹിച്കി ബന്ദ് ഹോ ഗയി, എന്താണ് നിന്റെ ഈ തൊണ്ടയൊക്കെ, എന്താണ് നിനക്കൊന്നും പറയാൻ പറ്റാത്തത്, നിന്റെ തൊണ്ട എങ്ങനെയാണ് അടഞ്ഞു പോയത് എന്ന് പറയാം, നീ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് പറയാം. എന്നിട്ട് ഉമ്മ ആശ്വസിപ്പിച്ച് വിളിക്കണത്, ഉഠ് മുഹാദോ, നീ ഒന്ന് എണീറ്റിട്ട് മുഖം കയ്യൊക്കെ ഒന്ന് കഴുകുക. കപ്പടെ പഹൻ, അത് നീ എന്താ ഡ്രസ്സൊക്കെ ധരിക്കുക. ഓറോസ്കി ഖുഷിമാന, നീ ഒരു പുതു ദിവസമാണ് എന്ന്, അതിന് സന്തോഷം നീ ഒന്ന് ആഘോഷിക്കുക, കൊണ്ടാടുക എന്ന് പറയാണ്. തേരെ ഭായി ബഹൻ തേരെ മുന്തസർ കിടഹ്, നിന്റെ എന്താണ് സഹോദരിമാരൊക്കെ നിന്നെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. തബ് ഓ ലഡ്ക ജാഗ, അപ്പോഴാണ് ആ ഒരു കുട്ടി ഉണർന്നത്. എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പൊ ഈ കണ്ടത് മുഴുവൻ എന്താണ്, ഒരു കുട്ടിയാണ് കണ്ടത്. പക്ഷെ കണ്ടത് മുഴുവൻ എന്താണ്, സ്വപ്നത്തിലാണ്. സ്വപ്നത്തിൽ എന്താണ് കാണുന്നത്, ഇയാൾ വൃദ്ധനാവുന്നതും അവസാന സമയം ഈ കാര്യങ്ങളൊക്കെ ഇയാൾ ആലോചിക്കുന്നതൊക്കെ അദ്ദേഹം കാണാണ്. അപ്പൊ ഇത് സംഭവത്തിൽ എന്താണെന്ന് വെച്ചാൽ, ഈ കണ്ടത് മുഴുവൻ ഒരു എന്താണ്, നിദ്രയിലാണ്, ഉറക്കത്തിലാണ് കാണുന്നത്. ഉറക്കത്തിൽ കണ്ട ആ സ്വപ്നം കണ്ടതാണ് ഇതൊക്കെ. എന്നിട്ട് തബ് വോ ലഡ്ക ജാഗ, ഇങ്ങനെ ആ കുട്ടി എണീറ്റു. ഓർ സംസാക്കെ മേനെ ഖ്വാബ് ദേഖ, ഞാൻ കണ്ടതൊക്കെ സ്വപ്നത്തിലായിരുന്നല്ലോ എന്ന് ഓർക്കണം. ഓർ ഖ്വാബ് മേ ബുഡ്ഡ ഹോ ഗയാ, ഞാൻ ഈ സ്വപ്നത്തിൽ എന്ത് ചെയ്തു, വയസ്സനായി പോയതായിരുന്നല്ലോ എന്ന്. ഉസ്നെ സാരാ ഖ്വാബ് അപ്നി മാ സെ കഹ, അവനെന്ത് ചെയ്യണം, ഈ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളൊക്കെ തന്റെ ഉമ്മയോട് പറഞ്ഞു. ഉസ്നെ സുൻകർ ഉസ്കോ ജവാബ് ദിയ, ആ ഉമ്മ ഇതെല്ലാം കേട്ടതിന് ശേഷം അവനോട് മറുപടി പറഞ്ഞു, ബേട്ടാ അബ് തോ ഐസാ മത് കർ, ഇനി ഇതുപോലെ ചെയ്യാൻ പാടില്ല. ഏതുപോലെ, ജേസാക്കെ ഉസ് പഷേമാൻ ബുഡ്ഡേനെ കിയ, ആ ഒരു നാണം കെട്ട വൃദ്ധൻ എങ്ങനെയാണോ ചെയ്തിരുന്നത് അതുപോലെ നീ ആവരുത്. ബൽക്കെ ഐസാക്ക, പക്ഷെ നീ ചെയ്യണം എങ്ങനെ, തേരി ദുൽഹനെ തുജ്സെ കഹ, ആ ദുൽഹൻ നിന്നോട് എന്താണോ പറഞ്ഞത്, എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ നീ എന്ത് ചെയ്യണം, കാര്യങ്ങളൊക്കെ നീ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ ആശ്വസിപ്പിക്കുകയാണ്.
ये सुनकर वो लड़का पलंग से कूद पड़ा और निहायत खुशी से पुकारा. ഇതും കേട്ടിട്ട് ഈ ലड़का എന്ത് ചെയ്യാണ്, പലങ്ക് സെ തന്നെ കട്ടിൽ എന്ത് ചെയ്യാണ്, കൂത് പട അങ്ങോട്ട് ചാടി എണീക്കാണ്. और निहायत खुशी से पुकारा, സന്തോഷത്തോടു കൂടി വിളിച്ചു പറയണത്, और यही मेरी जिंदगी का पहला दिन है. ഓ ഇതാണ് എന്റെ ജീവിതത്തിലെ ആദ്യ ദിനം. मैं कभी इस बुड्ढे उस बुड्ढे की तरह न पछताऊंगा. ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ വൃദ്ധനെ പോലെ എനിക്ക് പശ്ചാത്തപിക്കേണ്ടി വരില്ല, ഞാൻ അങ്ങനെ ആവില്ല എന്ന്. और जरूर इस दुल्हन को ब्याह दूंगा. ഞാൻ ഈ ഒരു ദുൽഹയായിരിക്കും, ഈ ഒരു ദുൽഹനെ ആയിരിക്കും ഞാൻ വിവാഹം കഴിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു നന്മയായിരിക്കും ഞാൻ വിവാഹം കഴിക്കുന്നത്. ഈ നന്മയെ ഞാൻ ഏത് രൂപത്തിലും ഞാൻ എന്ത് ചെയ്യും, സ്വന്തമാക്കും എന്നർത്ഥം. ജിസ്നെ ഐസാ ഖൂബ്സൂറത്ത് ചെഹ്റ മുജ്കോ ദിഖ്ലായ. അതാണ് എനിക്ക് ശരിക്കും എനിക്ക് എന്താണ് ഒരു ഖൂബ്സൂറത്ത് ചെഹ്റ, തന്റെ യഥാർത്ഥ നല്ല സുന്ദരമായ ഒരു മുഖം എന്ന് വെച്ചാൽ നന്മ, അതെനിക്ക് ദിഖായ കാണിച്ചു തന്നത്, നന്മയുടെ വഴി എനിക്ക് തുറന്നു തന്നത്. ഹമേഷ സിന്ദ രഹ്നെ വാലി നേക്കി അപ്പന നാം ബതായ. അത് പറഞ്ഞെന്താണ്, തന്റെ പേരെന്താന്ന് ചോദിച്ചാൽ പറഞ്ഞത് ഹമേഷ സിന്ദ രഹ്നെ വാലി നേക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നും നിലനിൽക്കുന്ന, സ്ഥായിയായി നിലനിൽക്കുന്ന നന്മ എന്നാണ് എന്നോട് പറഞ്ഞത്. ഖുദാ ഓ ഖുദാ ഓ ഖുദാ തൂ മേരി മദദ് കർ, നീ എന്നെ സഹായിക്ക്, ആമീൻ എന്ന് പറയാണ്. എന്നിട്ട് അവസാനം കൺക്ലൂഡ് ചെയ്യാണ് ഇയാളെ, ബസ് യേ മേരെ പ്യാരെ നൗജവാൻ ഹംവതനോ, എന്റെ പ്രിയപ്പെട്ട എന്റെ യുവാക്കളെ, എന്റെ നാട്ടുകാരെ, എന്റെ രാജ്യക്കാരെ, മേരെ ഖൗം കെ ബച്ചെ, എന്റെ ദേശക്കാരെ, ദേശത്തിലെ കുട്ടികളെ, അപ്പനെ ഖൗം കി ഭലായി പർ കോശിഷ് കരോ, എന്താ നമ്മുടെ ഈ രാജ്യത്തിന്റെ ഈ ആളുകളുടെ നന്മക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. താക്കി എന്തിനു വേണ്ടിയിട്ടാണ്, അഖീർ വക്ത് മേ ഇസ് ബുഡ്ഡേക്ക് തരാൻ പശ്ചാവോ, എന്ത് ചെയ്യരുത്, അവസാന കാലഘട്ടത്തിൽ നിങ്ങൾ ആ ഒരു വൃദ്ധനെ പോലെ പശ്ചാത്തപിക്കേണ്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഹമാര സമാനാത്തു അഖിയർ ഹെ, നമ്മുടെ ഈ ഒരു കാലം എന്ന് പറയുന്നത് ഒരു അവസാന കാലഘട്ടമാണ്. अब खुदा से ये दुआ है कि कोई नौजवान उठे और अपने कौम की भलाई में कोशिश करे. ഇനി പടച്ചവനോടുള്ള പ്രാർത്ഥനയാണ് എന്റെ, എന്താണ്, कोई नौजवान उठे, എന്ത് ഏതെങ്കിലും ഒരു യുവാവ് ഒന്ന് എണീറ്റ് നിൽക്കണം. ഇതിനു വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഒരു ലീഡർഷിപ്പ്, ഒരു ലീഡർ ആയിട്ട് എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കണം. എന്തിനു വേണ്ടിയിട്ട്, അപ്പിനെ ഖൗം കി ഭലായി മേ കോശിഷ് കരെ, നമ്മുടെ ഈ ഒരു ആളുകളുടെ, ഈ സമൂഹത്തിന്റെ, ഈ ജനതയുടെ, ഈ ഒരു രാജ്യത്തിന്റെ ആളുകളുടെ നന്മക്ക് വേണ്ടിയിട്ട്, ഭലായിക്ക് കോശിഷ് കരെ, ആളുകളുടെ നന്മക്ക് വേണ്ടി പരിശ്രമിക്കാൻ. എന്ന് വെച്ചാൽ അതിനുള്ള ആരെങ്കിലും എന്ത് ചെയ്യണം, ഒരു ലീഡർഷിപ്പോട് കൂടി എന്ത് ചെയ്യണം, ഈ ഒരു ആളുകളുടെ മാർഗദർശിയായിട്ട് മാറണം, എണീറ്റ് വരട്ടെ, അങ്ങനെ പഠിച്ചവനെ നൽകി എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ ഒരു മൂല്യവത്തായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതിലൂടെ അദ്ദേഹം എന്താണ്, വഖ്ത് കാ സഹി ഇസ്തിമാൽ के बारे में उन्होंने हमें याद दिलाते हैं और उसी तरह कौम की भलाई के लिए, समाज की भलाई के लिए എന്താണ് काम करने की तरफ वो तरकीब देते हैं. അദ്ദേഹം എന്താണ് ഇങ്ങനെ സമൂഹത്തിന്റെ, ജനങ്ങളുടെ, രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടിയിട്ട് എന്നും സ്ഥായിയായി നിലനിൽക്കുന്ന, എന്നും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ തുടങ്ങുക എന്നുള്ളത്, അല്ലെങ്കിൽ ആളുകളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ തലമുറകളായിട്ട് എന്ത് ചെയ്യും, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ജനങ്ങളിലേക്ക് കൈമാറ്റം ചെയ്തുകൊണ്ടേ വരും. അത് ഒരു പ്രത്യേക വ്യക്തിയിൽ മാത്രമോ ഒരു പ്രദേശത്ത് മാത്രമോ ഒതുങ്ങുന്നതാവില്ല. പകരം എന്ത് ചെയ്യാണ്, ധാരാളം ആളുകളിലേക്ക് ഈ നന്മയുടെ വിളക്ക് എന്ത് ചെയ്യാണ്, ഈ ഒരു നന്മയുടെ വെളിച്ചം എത്താൻ ഇത് പ്രാപ്യമാക്കും. അങ്ങനെയുള്ള ഒരു വിളക്ക് ജ്വലിപ്പിക്കുന്ന ഒരാളായിട്ട്, ഒരു ആളുകൾക്ക് ഒരു മാർഗദർശനം നൽകുന്ന ഒരാളായിട്ട് നമുക്ക് എന്ത് ചെയ്യട്ടെ, നമ്മുടെ മുമ്പിൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് എന്താണ് ഒരു പ്രചോദനമേകുന്നതോടൊപ്പം തന്നെ നല്ല കാര്യങ്ങളിലേക്ക് ആളുകളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ് ഇദ്ദേഹം ഇതിലൂടെ ചെയ്തത്. ഒരു വ്യക്തിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അപ്പുറം സമൂഹ താല്പര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുകൂടി അദ്ദേഹം ഇവിടെ നമ്മോട് ഉണർത്തുന്നു. അപ്പൊ ഇന്ന് പല രൂപത്തിലുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോ ഈ ബുഡ്ഢ अपने जो इसका एक खुलासा लिखिए നമ്മൾ ചോദിച്ചേക്കാം. गुजरा हुआ जमाना का एक खुलासा लिखिए ചോദിച്ചേക്കാം. പിന്നെ इस लड़का अपने ख्वाब में क्या क्या देखा ചോദിച്ചേക്കാം. അങ്ങനെ പല രൂപത്തിലായിട്ട് ചോദിച്ചേക്കാം. उसकी तस्वीर की, उस जो दुल्हन की तस्वीर के लिए क्या रास्ता उसने बता दिया ചോദിച്ചേക്കാം. അതുപോലെ